നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. മാങ്കുളത്ത് മർദ്ദനമേറ്റ ഫോട്ടോഗ്രാഫർമാർക്ക് പിന്തുണയുമായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ രംഗത്ത്. കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ കുട്ടമ്പുഴ കല്ലേലിമേട് പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പാലത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. വണ്ടിപ്പെരിയാർ 61-ാം മൈലിലെ കൃഷിയിടങ്ങളിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ 61-ാം മൈലിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ നൽകുന്ന സഹായ ഫണ്ട് തട്ടിപ്പ് നടത്തുന്ന ഭരണകൂട ക്രൂരത ചെയ്യുന്നവർക്ക് മരണവീട്ടിൽ കയറുന്ന കള്ളന്റെ അതേ മനോഭാവമാണെന്ന് DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ. കോതമംഗലം ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ചരിത്ര പ്രസിദ്ധമായ കന്നി 20 പെരുന്നാൾ 25 മുതൽ ഒക്ടോബർ 4 വരെ 10 ദിവസങ്ങളായി ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. മാങ്കുളത്ത് മർദ്ദനമേറ്റ ഫോട്ടോഗ്രാഫർമാർക്ക് പിന്തുണയുമായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ രംഗത്ത്. പാലക്കുഴ സ്വദേശികളായ റെച്ചിൻ, നിതിൻ എന്നിവരാണ് ആക്രമണത്തിന് ഇരയായത്. ഇരുവരെയും AKPA സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കണ്ണാട്ടുകുടി, സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിൻ, ഇടുക്കി ജില്ലാ മുൻ ജോയിന്റ് സെക്രട്ടറി ഫ്രാൻസിസ് ആൻഡ്രൂസ് എന്നിവർ പരിക്കേറ്റവരെ സന്ദർശിച്ചു. കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത്. വിവാഹ ചടങ്ങിന്റെ ചിത്രങ്ങൾ പകർത്താനായിരുന്നു മർദ്ദനമേറ്റ ജെറിനും സുഹൃത്തുക്കളും മാങ്കുളത്തെത്തിയത്. രാവിലെ വിവാഹ ചിത്രങ്ങൾ പകർത്തേണ്ടതിനാൽ ഞായറാഴ്ച രാത്രിയിൽ തന്നെ ഇവർ സ്ഥലത്തെത്തിയിരുന്നു. മാങ്കുളത്തെ ഒരു സ്വകാര്യ റിസോർട്ടിലായിരുന്നു ജെറിനും സുഹൃത്തുക്കൾക്കുമായി താമസ സൗകര്യം ഒരുക്കിയിരുന്നത്. സംഭവത്തിൽ പ്രതികളായവർ താമസിച്ചിരുന്നതും ഇതേ റിസോർട്ടിലായിരുന്നു. താമസിക്കാനുള്ള മുറിയുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ രാത്രിയിൽ ചില തർക്കങ്ങൾ ഉണ്ടായതായി പറയപ്പെടുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണം വിവാഹ ചിത്രങ്ങൾ പകർത്തി ജെറിനും സംഘവും മടങ്ങവെ പ്രതികൾ വാഹനത്തിൽ പിന്തുടർന്നെത്തി ആക്രമിക്കുകയായിരുന്നു. കല്ലാർ മാങ്കുളം റോഡിൽ കൈനഗിരി ഗോമതിക്കടയ്ക്ക് സമീപം വെച്ചാണ് ആക്രമണമുണ്ടായത്. വാഹനം റോഡിന് നടുവിലിട്ട് തടഞ്ഞ ശേഷം ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന ജെറിനെ ആക്രമിക്കുകയായിരുന്നു. ജെറിനൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന 2 സുഹൃത്തുക്കളിൽ ഒരാളായ നിതിനും പരിക്കേറ്റു. ഇവർ പകർത്തിയ അക്രമത്തിന്റെ മൊബൈൽ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വാഹനത്തിന്റെ വാതിൽ വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്നതും അസഭ്യവർഷം നടത്തുന്നതും പിന്നീട് ജെറിനെ ക്രൂരമായി മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. അക്രമി സംഘത്തിൽ 1-ലധികം ആളുകളുണ്ടായിരുന്നു. അക്രമശേഷം പരിക്കേറ്റ ജെറിനും നിതിനും ആശുപത്രിയിൽ ചികിത്സ തേടുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ഇരുവരെയും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുഴിയും സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിനും ഇടുക്കി ജില്ലാ മുൻ ജോയിന്റ് സെക്രട്ടറി ഫ്രാൻസ് ആൻഡ്രൂസും ആശുപത്രിയിൽ സന്ദർശിച്ചു. ഇവിടെ വളരെ അതിദാരുണമായ ഒരു സംഭവമാണ് മാങ്കുളത്ത് വിവാഹ ചിത്രീകരണം കഴിഞ്ഞ് വരുന്ന 2-3 ഫോട്ടോഗ്രാഫർമാർക്കെതിരെ ചില ആളുകൾ നടത്തിയിട്ടുള്ളത്. വളരെ ദാരുണമായി മർദ്ദിക്കപ്പെട്ട അവരെ ആശുപത്രിയിൽ മൂവാറ്റുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ സന്ദർശിച്ചു. ഞാൻ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. എത്ര തന്നെയാണെങ്കിലും ഒരു തൊഴിലെടുക്കാൻ പോകുന്ന ആളുകളെ വഴിയിൽ മർദ്ദിക്കുന്ന രീതി ഒരിക്കലും ഒരു കേരളത്തിലെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന ഒരു നടപടിയല്ല. ഇതിലെ കുറ്റക്കാരായവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിയമപരമായ ശിക്ഷാ നടപടി നടപ്പാക്കണമെന്ന് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഈ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ വളരെ ശക്തമായി ആവശ്യപ്പെടുകയാണ്. ആക്രമണത്തെ സംഘടന ശക്തമായി അപലപിക്കുകയാണെന്നും കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ എത്രയും വേഗം കൊണ്ടുവരണമെന്നും അതിനാവശ്യമായ നടപടികൾ പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ഈ തൊഴിൽ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് സംഘടന ഒപ്പമുണ്ടാകുമെന്നും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മാങ്കുളം. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ കുട്ടമ്പുഴ കല്ലേലിമേട് പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 31 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ പുതിയ പാലം നിർമ്മിച്ചത്. പാലത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു.
കല്ലേലിമേട് പ്രദേശത്തേക്കും കുഞ്ചിപ്പാറ, തലവെച്ചപ്പാറ, വാരിയം, തേര, മാണികുടി എന്നീ ആദിവാസി നഗറിലേക്കുള്ള ഏക യാത്രാമാർഗമായിരുന്ന പാലമായിരുന്നു കുട്ടമ്പുഴ കല്ലേലിമാട് പാലം. ഇതാണ് മഴക്കെടുതിയിൽ തകർന്നത്. തുടർന്ന് സമീപവാസികളുടെ ആവശ്യപ്രകാരം MLA ആസ്തി വികസന ഫണ്ട് 31 ലക്ഷം രൂപ ചിലവഴിച്ച് പാലം നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു. പാലത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. കല്ലേലിമേട് പ്രദേശത്തേക്ക് മാത്രമല്ല, നിരവധി ആദിവാസി നഗരങ്ങളിലേക്കും യാത്രയ്ക്കായുള്ള പ്രധാന ഒരു റോഡിൽ ഉണ്ടായിരുന്ന, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥാനത്ത് ഉണ്ടായിരുന്ന കലങ്കാട് പാലമാണ് കാലവർഷക്കെടുതിയിൽ പൂർണ്ണമായി തകരുകയും ഞാനിപ്പോഴും ഓർക്കും ആ വേളയിലൊക്കെ ഇവിടെ കടന്നു വരുമ്പോൾ വലിയൊരു ഭീകര അന്തരീക്ഷമാണ് ഈ പ്രദേശത്താകെ. അപ്പൊ ജനങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ആ ഘട്ടത്തിലാണ് അടിയന്തരമായി ഇതിൽ ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര രൂപയാണെങ്കിലും അത് അനുവദിക്കാമെന്നുള്ള ഉറപ്പ് ആ ഘട്ടത്തിൽ ഞാൻ കൊടുക്കുകയുണ്ടായി. ഇവരെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് തന്നെ അതിന്റെ മറ്റ് സാങ്കേതിക നടപടികളൊക്കെ തുടർച്ചയിൽ നമ്മൾ പൂർത്തീകരിച്ച് നടപടികളടക്കം പൂർത്തീകരിച്ചതിന് ശേഷമാണ് വളരെ മനോഹരമായി ഇപ്പോൾ ഈ പാലത്തിന്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 31 ലക്ഷം രൂപയാണ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഈ ഒരു പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK ഗോപി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗോപി ബദ്രൻ, ബിനേഷ് നാരായണൻ, ഡെയ്സി ജോയി, മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ EK ശിവൻ, കുട്ടമ്പുഴ SCB പ്രസിഡന്റ് KK ശിവൻ, CPI കുട്ടമ്പുഴ ലോക്കൽ സെക്രട്ടറി KT പൊന്നച്ചൻ, B രതീഷ്, KP മീരൻ, MR നടരാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വണ്ടിപ്പെരിയാർ 63-ാം മൈലിലെ കൃഷിയിടങ്ങളിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ 63-ാം മൈലിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടാകും വരെ സമരം തുടരുമെന്ന് കർഷകർ അറിയിച്ചു. വണ്ടിപ്പെരിയാർ 63-ാം മൈലിലെ കൃഷിയിടങ്ങളിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ 63-ാം മൈലിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. പെരിയാർ കടുവാ സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന വണ്ടിപ്പെരിയാർ 63-ാം മൈലിലും പരിസര പ്രദേശങ്ങളിലുമായി കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി കർഷകരാണ് അധിവസിക്കുന്നത്. ഇവിടുത്തെ കൃഷിയിടങ്ങളിലെ വന്യമൃഗശല്യങ്ങൾക്ക് കാലങ്ങളുടെ പഴക്കമാണുള്ളത്. പ്രദേശത്തെ വന്യമൃഗശല്യത്തിനെതിരെ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിരവധി തവണ സമരങ്ങൾ നടത്തുകയും വനംവകുപ്പുമായും ജനപ്രതിനിധികളുമായും നിരവധി തവണ ചർച്ചകൾ നടത്തിയെങ്കിലും ശാശ്വത പരിഹാരം കാണുവാൻ സാധിച്ചിട്ടുമില്ല. ഏറ്റവും ഒടുവിലായി പ്രദേശത്തെ സ്റ്റെല്ല എന്ന കർഷകയ്ക്ക് നേരെയുണ്ടായ കാട്ടുപോത്തിന്റെ ആക്രമണമാണ് അവസാന സംഭവം. ഈ സാഹചര്യത്തിലാണ് 63-ാം മൈലിലെ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. അധികാരികളെ ഫോറസ്റ്റ് അധികാരികളെ ഫോറസ്റ്റ് അധികാരികളെ ഫോറസ്റ്റ് അധികാരികളെ ഫോറസ്റ്റ് നിങ്ങൾക്കെതിരാണ് ഈ സമരം നിങ്ങൾക്കെതിരാണ് ഈ സമരം നിങ്ങൾക്കെതിരാണ് ഈ സമരം നിങ്ങൾക്കെതിരാണ് ഈ സമരം വനം വകുപ്പിലെ ഏമാന്മാരെ വനം വകുപ്പിലെ ഏമാന്മാരെ വനം വകുപ്പിലെ ഏമാന്മാരെ വനം വകുപ്പിലെ ഏമാന്മാരെ നിങ്ങളോടായി പറയുന്നു നിങ്ങളോടായി പറയുന്നു നിങ്ങളോടായി പറയുന്നു. കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ആന്റണി ആലഞ്ചേരിൽ അനിശ്ചിതകാല നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. TD ജോസഫ് അധ്യക്ഷനായിരുന്നു. വിജയപുരം രൂപതാമെത്രാൻ മാർ സെബാസ്റ്റ്യൻ തെക്കത്തച്ചേരിൽ നിരാഹാര സമരത്തിന് പിന്തുണ അറിയിച്ച് സംസാരിച്ചു. രാഷ്ട്രത്തിൽ നമ്മൾ വോട്ട് കൊടുത്ത് അധികാരത്തിൽ എത്തിക്കുന്നവരാണ്. അവരധികാരത്തിലേറിയിരിക്കുന്നത് അവരുടെ വ്യക്തിപരമായ കുടുംബങ്ങളുടെയോ പാർട്ടിയുടെയോ സുരക്ഷിതത്വം എന്നതിനേക്കാൾ ഈ നാട്ടിലെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് അവരെ നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവര് അധികാരത്തിലെത്തിക്കഴിയുമ്പോൾ ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ സുരക്ഷയ്ക്കും സുസ്ഥിതിക്കും ഉറപ്പുവരുത്തുക എന്നുള്ള അവരുടെ കടമയാണ്. ഇന്ന് പ്രത്യേകമായിട്ട് ഈ ഒരു സമരം നമ്മുടെ സ്റ്റെല്ല എന്ന് പറയുന്ന ഒരു സഹോദരിയെ കാട്ടുപോത്ത് അത് കുത്തി വലിച്ചെറിഞ്ഞ് മുൻകാല സമരത്തിന്റെ ഭാഗമായി വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് ട്രെഞ്ച് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതിനുശേഷവും കൃഷിയിടങ്ങളിൽ അലഞ്ഞുതിരിയുന്ന കാട്ടുപോത്തുകളാണ് ഇപ്പോൾ ഉപദ്രവകാരികളായി മാറിയിരിക്കുന്നതെന്ന് നിരാഹാരം അനുഷ്ഠിക്കുന്ന മാർട്ടിൻ കൊച്ചുപുരയ്ക്കൽ പറയുന്നു. ജികുമാർ സാറുണ്ടായിരുന്നു. അദ്ദേഹം അടിയന്തരമായിട്ട് ഇതിനകത്ത് ഇടപെട്ട് ഞങ്ങൾ തുടങ്ങിയ സമരം 4 മണിക്ക് മുമ്പേ അദ്ദേഹം അവിടെ ട്രെഞ്ച് നിർമ്മാണം പുനരാരംഭിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അത് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം വാക്ക് പാലിച്ചു. ഞങ്ങൾക്ക് ട്രെഞ്ചിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു തന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അന്നേരം തന്നെ ഇതിനകത്ത് കിടക്കുന്നതാണ് കുറച്ച് കാട്ടുപോത്ത്.
ഈ 3-4 കാട്ടുപോത്ത് അതിനകത്ത് സ്ഥിരമായിട്ട് കിടക്കുന്ന കാരണം ഇതിലൊരു കാട്ടുപോത്ത് ഭയങ്കര ഭീഷണിയാണ് ഞങ്ങൾക്ക്. അത് അക്രമം, അത് ഓടിച്ചാലൊന്നും ഓടുകയില്ല. ആരോടിച്ചാലും അവരെ തിരിഞ്ഞു ഓടിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയാണ് പലരും ഇപ്പോൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇതിനെ അടിയന്തരമായിട്ട് അവർ പിടിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഇതിനെ വെടിവെച്ച് ദൂരെ കളഞ്ഞു. അതല്ലാതെ ഞങ്ങൾക്ക് പറ്റിയില്ല. ഞാൻ അവിടെ കൃഷി പണിയാൻ പോലും ആൾക്കാർ വരുന്നില്ല. ജോലിക്കാർ തോട്ടത്തിൽ പണിക്കാരില്ല. ഇന്നലെ തന്നെ സ്റ്റില്ലാ ചേച്ചിയുടെ അവിടെ ഏലക്കായ എടുക്കാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരും കൂടെ ഉൾപ്പെടെ ഉള്ളവരൊന്നും നിർത്തിയാണ് അവർ കായ എടുത്തത്. ഇന്ന് ആ പണിക്കാർ വന്നിട്ടില്ല, ഇനി വരികയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഏലക്ക ഒന്നാമതെ വെയിലായി, എല്ലാം നശിച്ചു പോയി. പിന്നെ ഇച്ചിരയൊക്കെ ഉണ്ടായി വരുന്ന ഒരവസ്ഥയിൽ ഇനി പണിക്കാറില്ലാതെ പണിക്കാർ അഭാവത്തിൽ ഇത് നശിച്ചും കൂടെ പോകുന്നൊരവസ്ഥയാണെങ്കിൽ എന്നാ ചെയ്യാൻ പറ്റും? പിന്നെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഇപ്പം നമുക്കറിയാം, ഞങ്ങളൊക്കെ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് മാത്രമല്ല രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിങ്ങനെ സ്ഥിരമായിട്ട് കിടന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഇതുപോലെ തന്നെ ഈ സമരപ്പന്തലിന് മുമ്പിൽ ആരുടെയെങ്കിലും ശവം വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കേണ്ടി വരും. അന്നേരം ഈ സമരം ആയിരിക്കുക. ഇതിന് അടിയന്തരമായിട്ടുള്ള നടപടി ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം, വനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അല്ലാതെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കും. പ്രദേശത്തെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണും വരെ നിരാഹാര സമരം തുടരുമെന്നും ആദ്യ ദിനത്തിൽ ഉപവാസം അനുഷ്ഠിക്കുന്ന വാർഡ് മെമ്പർ പ്രിയങ്ക മഹേഷ് പറഞ്ഞു. ട്രെഞ്ചെന്ന് പണിയുമ്പോൾ ഇവർ പണിയുന്നത് എത്ര വീതിക്കും നീളത്തിനും ഉള്ള ട്രെഞ്ച് പണിതാലും കാട്ടുപോതെന്ന് പറയുന്ന സാധനം സ്പ്രിങ് പോലെയാണ്, ചാടി കടന്ന് ഈ ഇപ്പുറത്തേക്ക് കടന്നു വരും. ആന വന്നിട്ട് ട്രെഞ്ച് ഇടിച്ച് തകർത്ത് അതിനുള്ള വഴി ഉണ്ടാക്കി അത് കടന്നു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ സമയാസമയത്തെ അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്തില്ലെങ്കിൽ ഇതുപോലത്തുള്ള മൃഗങ്ങൾ നിരന്തരം ഇവിടെ കടന്നു വന്നുകൊണ്ട് ഈ ആളുകളെ ഉപദ്രവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് ഈ കർഷക കൂട്ടായ്മയുടെ 2ാമത്തെയും 3ാമത്തെയും സമരമാണ് ഈ 63-ാം മൈലിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമരം ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണാതെ ഇവിടെ നിന്ന് ആരും പോകത്തില്ലെന്നുള്ള ഉറപ്പ് ഞങ്ങൾ ഈ കർഷകർ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത്. പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരിക്കാട്ട്, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പയനടത്ത്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കാരിമുട്ടം, കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആൻഡപ്പൻ, കേരള കോൺഗ്രസ് എം ഭാരവാഹി സെബാസ്റ്റ്യൻ പൂണ്ടിക്കുളം, കോണിമാറ എസ്റ്റേറ്റ് മാനേജർ ജോസ്ഫൈൻ തുടങ്ങിയവർ നിരാഹാര സമരത്തിന് പിന്തുണ അറിയിച്ച് സംസാരിച്ചു. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ചരിത്ര പ്രസിദ്ധമായ കന്നി 20 പെരുന്നാൾ 25 മുതൽ ഒക്ടോബർ 4 വരെ 10 ദിവസങ്ങളായി ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 25-ന് വികാരി ഫാദർ ജോസ് പരത്തുവയൽ കൊടിയുയർത്തും. കേരള സർക്കാരിന്റെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമായിരിക്കും പെരുന്നാൾ ആഘോഷങ്ങൾ. ഒക്ടോബർ 2-3 തീയതികളിലാണ് പ്രധാന പെരുന്നാൾ. പെരുന്നാളിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ഭാരവാഹികൾ വ്യക്തമാക്കി. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ എൽദോ മാർ ബെസേലിയോസ് ബാവായുടെ 339-ാം ഓർമ്മ പെരുന്നാളാണ് ഈ വർഷം. പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്ക ആബൂൻ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ മുഖ്യ കാർമ്മികത്വത്തിലും അഭിവന്ദ്യരായ മെത്രോപൊലീത്തന്മാരുടെ സഹകാർമ്മികത്വത്തിലും പെരുന്നാൾ ആഘോഷിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരികയാണ്. കേരള സർക്കാരിന്റെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമായിരിക്കും പെരുന്നാൾ ആഘോഷങ്ങൾ. സെപ്റ്റംബർ 25-ന് രാവിലെ 6:30-ന് പ്രഭാത നമസ്കാരം, 7:15-ന് വിശുദ്ധ അഞ്ചിന്മേൽ കുർബാന, വൈകിട്ട് 4-ന് ചക്കാലക്കുടി ചാപ്പലിൽ നിന്നും പള്ളിയിലേക്ക് പ്രദക്ഷിണം. ധൂപ പ്രാർത്ഥനയ്ക്ക് ശേഷം 5 മണിക്ക് ചരിത്രപ്രസിദ്ധമായ കന്നി 20 പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ട് വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ കൊടിയുയർത്തും. ഒക്ടോബർ 2-3 തീയതികളിലാണ് പ്രധാന പെരുന്നാൾ. പെരുന്നാളിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ, വലിയ പള്ളി വികാരി ഫാദർ നോബി വെട്ടിച്ചിറ, ഫാദർ ജോസ് തച്ചേത്തുകുടി, ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ, ഫാദർ ബിജോ കാവാട്ട്, ഫാദർ ബേസിൽ ഇട്ടിയണിക്കൽ, ട്രസ്റ്റിമാരായ ബേബി ആഞ്ഞിലിവേലിൽ, ഏലിയാസ് കീരംപ്ലായിൽ, സലിൻ ചെറിയൻമാലിൽ, ബേബി പാറേക്കര, ബിനോയി മണ്ണഞ്ചേരിൽ, എ ബി ചേലാട്ട്, ഡോക്ടർ റോയി മാലിൽ, വലിയപള്ളി ട്രസ്റ്റിമാരായ ബാബു കുര്യാക്കോസ് പീച്ചക്കര, എൽദോസ് കണ്ണാമ്പറമ്പേൽ, കെ ചാണ്ടി കറുകപ്പിള്ളിൽ എന്നിവർ കോതമംഗലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ പെരുന്നാളിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടക സംഘങ്ങൾ ഈ വർഷം തീർത്ഥയാത്രകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ പരിശുദ്ധ ബാവായുടെ പെരുന്നാളിന് എത്തുന്നതിന് വേണ്ടി തീർത്ഥാടകര് ഒക്ടോബർ മാസം 2-ാം തീയതി കോതമംഗലം ചെറിയ പള്ളിയിൽ എത്തിച്ചേരും. ഈ വർഷത്തെ പെരുന്നാളിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവായും അതോടൊപ്പം തന്നെ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര മെത്രാപ്പോലീത്ത അഭിയന്തി ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും
കൂടാതെ സഭയിലെ എല്ലാ തിരുമേനിമാരും, തമ്പാന്മാരും, കോറപ്പിസ്കോപ്പന്മാരും, ബഹുമാനപ്പെട്ട വൈദികരും, സന്യസ്തരുമെല്ലാം ഈ വർഷത്തെ പെരുന്നാളിന്റെ എല്ലാ ചടങ്ങുകളിലും സംബന്ധിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ നൽകുന്ന സഹായ ഫണ്ട് തട്ടിപ്പ് നടത്തുന്ന ഭരണകൂട ക്രൂരത ചെയ്യുന്നവർക്ക് മരണവീട്ടിൽ കയറുന്ന കള്ളന്റെ അതേ മനോഭാവമാണെന്ന് DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ. വയനാട് ദുരന്തത്തിന്റെ പേരിൽ സാമ്പത്തിക നേട്ടത്തിന് ഇറങ്ങിയ സംസ്ഥാന സർക്കാർ നടപടിക്ക് എതിരെ കോൺഗ്രസ് തൊടുപുഴയിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വയനാട് ഉരുൾപൊട്ടലിന്റെ പേരിൽ കൃത്രിമ കണക്കുണ്ടാക്കി സാമ്പത്തിക ലാഭത്തിന് മുന്നിട്ടിറങ്ങിയ കേരള സർക്കാരിന്റെ ക്രൂര നടപടിക്കെതിരെ കോൺഗ്രസ് തൊടുപുഴയിൽ പ്രതിഷേധ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. മരിച്ച മനുഷ്യന്റെ ദേഹമെണ്ണി അതിന്റെ മറവിൽ കൊള്ള നടത്തുന്ന മാനസികാവസ്ഥ ലോകത്ത് പിണറായി വിജയൻ സർക്കാരിന് മാത്രം അവകാശപ്പെട്ടതാണെന്നും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ നൽകുന്ന സഹായ ഫണ്ട് തട്ടിപ്പ് നടത്തുന്ന ഭരണകൂട ക്രൂരത മരണവീട്ടിൽ കയറുന്ന കള്ളന്റെ അതേ മനോഭാവമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അങ്ങ് വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈ മലയിലും നടന്ന ആ വലിയ പ്രകൃതിയുടെ താണ്ഡവം, ആ താണ്ഡവത്തിൽ 360ഓളം പേരാണ് അവിടെ മരിച്ചുപോയത്, മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചുപോയത്. ആ മനുഷ്യരെ വീണ്ടെടുക്കാൻ വേണ്ടി അവിടുത്തെ MLA അടക്കം TC അടക്കമുള്ള ആളുകൾ അഹോരാത്ര പണിപെട്ട് നിരവധിയായ സന്നദ്ധ പ്രവർത്തകർ അവിടെ അണിചേർന്ന് അവരുടെ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവർക്കാവശ്യമായ താമസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് ഉടുതുണി മാത്രം കൈമുതലായിക്കൊണ്ട് രക്ഷപ്പെട്ട ആളുകൾക്ക് ചേർത്ത് നിർത്തി അവർക്കാവശ്യമായ എല്ലാ സഹായങ്ങളും കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങളെ ചേർത്ത് നിർത്തി നമ്മുടെ മനസ്സാക്ഷി മരവിക്കാത്ത മനുഷ്യർ അവർക്ക് വേണ്ടി സഹായഹസ്തം നീട്ടിയപ്പോൾ പിണറായി വിജയൻ എന്താ ചെയ്തത്? ഒരു മൃതദേഹമടക്കം ചെയ്യാൻ 75,000 രൂപയുടെ 3.25 ലക്ഷം രൂപയുടെ കണക്കെഴുതിക്കൊണ്ട് വലിയ കണക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വസ്തുതകൾക്ക് നിരക്കാത്ത സത്യസന്ധമല്ലാത്ത കണക്ക് നിരത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു കണക്ക് സമർപ്പിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് കേരളത്തിന് നേട്ടമാണോ കോട്ടമാണോ? ഈ കണക്ക് കണ്ടിട്ട് സാധാരണക്കാർ മുക്കത്ത് മേലിൽ വെച്ചു പോവുകയാണ്. ഇങ്ങനെയും ഒരു കണക്കെഴുതി പണം വസൂലാക്കാൻ കേന്ദ്രത്തിൽ നിന്നോ മറ്റിടങ്ങളിൽ നിന്നോ പണം വസൂലാക്കിക്കൊണ്ട് യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ജനമനസ്സാക്ഷി ഉണർത്താൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് പാർട്ടി സമരം ചെയ്യുന്നത്. മണ്ഡലം പ്രസിഡന്റുമാരായ രാജേഷ് ബാബു, MH സജീവ്, ജാഫർ ഖാൻ മുഹമ്മദ്, ടോണി തോമസ്, ജോർജ് താണിക്കൽ, റോബിൻ മൈലാടി, ഷാഹുൽ മാങ്ങാട്ട്, സുരേഷ് രാജു, ജോയി മൈലാടി, ബിലാൽ സമദ്, PV അച്ചമ്മ, KG സജിമോൻ, റഷീദ് കാപ്രാട്ടിൽ, ജോർജ് ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള NGO യൂണിയന്റെ ആഭിമുഖ്യത്തിൽ E. പത്മനാഭൻ അനുസ്മരണം നടത്തി. തൊടുപുഴ യൂണിയൻ ഓഫീസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജരയും നെടുങ്കണ്ടം യൂണിയൻ ഓഫീസിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടൈറ്റസ് പൗലോസും പൈനാവ് യൂണിയൻ ഓഫീസിൽ ജില്ലാ കമ്മിറ്റി അംഗം PS അജിതയും പതാക ഉയർത്തി. ജില്ലയിലെ വിവിധ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും അനുസ്മരണം സംഘടിപ്പിച്ചു. തൊടുപുഴ വെസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷൻ ഏരിയ പ്രസിഡന്റ് അൻസൽ അബ്ദുൽ സലാമും തൊടുപുഴ ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ വിദ്യാഭ്യാസ സമുച്ചയത്തിൽ ഏരിയ പ്രസിഡന്റ് CM ശരത്തും പതാക ഉയർത്തി. സഖാവ് EP എന്ന E. പത്മനാഭൻ അന്തരിച്ചിട്ട് 34 വർഷം പിന്നിടുകയാണ്. 1990 സെപ്റ്റംബർ 18 ഡൽഹിയിൽ ഒരു വർഗീയ വിരുദ്ധ കൺവെൻഷനിൽ പങ്കെടുക്കാൻ ചെന്നപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ആകസ്മിക വിയോഗം. 17 വർഷക്കാലം ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ നിലകളിൽ സംഘടനയെ മുന്നോട്ട് നയിച്ചു. തന്റെ മസ്തിഷ്കവും ഹൃദയവും ശരീരവും സമസ്ത ജീവനക്കാർക്കും വേണ്ടി സമർപ്പിച്ച E. പത്മനാഭൻ ജനഹൃദയങ്ങളിൽ ഇടം നേടിയത് NGO പത്മനാഭൻ എന്നാണ്. 1982 സർവീസിൽ നിന്ന് സ്വയം വിരമിച്ചതിന് ശേഷം CITU-വിന്റെയും പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെയും നേതാവായും ശ്രീകൃഷ്ണപുരം MLA ആയും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ജില്ലയിലെ യൂണിയൻ ഓഫീസുകളിലും ഏരിയ കേന്ദ്രങ്ങളിലും അനുസ്മരണ ദിനം ആചരിച്ചു. തൊടുപുഴ യൂണിയൻ ഓഫീസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജരയും നെടുങ്കണ്ടം യൂണിയൻ ഓഫീസിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടൈറ്റസ് പൗലോസും പൈനാവ് യൂണിയൻ ഓഫീസിൽ ജില്ലാ കമ്മിറ്റി അംഗം PS അജിതയും പതാക ഉയർത്തി.
തൊടുപുഴ വെസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ ഏരിയ പ്രസിഡന്റ് അൻസൽ അബ്ദുൽ സലാം പതാക ഉയർത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് നീന ഭാസ്കരൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KA ബിന്ദു, ഏരിയ സെക്രട്ടറി KS ഷിബുമോൻ എന്നിവർ പ്രസംഗിച്ചു. തൊടുപുഴ ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ വിദ്യാഭ്യാസ സമുച്ചയത്തിൽ ഏരിയ പ്രസിഡന്റ് CM ശരത് പതാക ഉയർത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S സുനിൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ PN ബിജു, MM റംസീന, ഏരിയ സെക്രട്ടറി PM മുഹമ്മദ് ജലീൽ എന്നിവർ പ്രസംഗിച്ചു. ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൈനാവ് PWD കോംപ്ലക്സിൽ ഏരിയ പ്രസിഡന്റ് PS അജിത പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടറി KK പ്രസഭകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി അനീഷ് ജോർജ് പ്രസംഗിച്ചു. കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന സിവിൽ സ്റ്റേഷനിൽ ഏരിയ പ്രസിഡന്റ് KP സന്ധ്യ പതാക ഉയർത്തി. ജില്ലാ പ്രസിഡന്റ് CS മഹേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുജീബ് റഹ്മാൻ, ഏരിയ സെക്രട്ടറി KV ഷിജു എന്നിവർ പ്രസംഗിച്ചു. അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി ട്രഷറി ഓഫീസ് കോംപ്ലക്സിൽ ഏരിയ പ്രസിഡന്റ് SG ഷിലുമോൻ പതാക ഉയർത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോബി ജേക്കബ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം S അരുൺ, ഏരിയ സെക്രട്ടറി BN ബിജിമോൾ എന്നിവർ പ്രസംഗിച്ചു. പീരുമേട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് സിവിൽ സ്റ്റേഷനിൽ ഏരിയ പ്രസിഡന്റ് K സുരേഷ് കുമാർ പതാക ഉയർത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി TG രാജീവ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം രാജീവ് ജോൺ, ഏരിയ സെക്രട്ടറി MD സീമോൾ എന്നിവർ പ്രസംഗിച്ചു. ഉടുമ്പൻചോല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം സിവിൽ സ്റ്റേഷനിൽ ഏരിയ പ്രസിഡന്റ് M മിബി പതാക ഉയർത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് G ഷിബു അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടൈറ്റസ് പൗലോസ്, ഏരിയ സെക്രട്ടറി S ബിജു എന്നിവർ പ്രസംഗിച്ചു. അഖില തിരുവിതാംകൂർ NGO അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ച് ആ സംഘടന അന്നത്തെ മുഖ്യമന്ത്രി പട്ടം താളുകളിലേക്ക് ഒരു നിവേദനം കൊടുത്തു. ആ നിവേദനത്തിൽ 2 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഒന്ന്, ഈ സംഘടനയ്ക്ക് അംഗീകാരം വേണം, ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കണം. ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം കൊടുത്ത അതിന് അന്നത്തെ അഖില തിരുവിതാംകൂർ NGO അസോസിയേഷന്റെ തിരുവനന്തപുരം ജില്ലയിലെ ഭാരവാഹികളായ 7 ആളുകളാണ് അതിന്റെ അടിയിൽ ഒപ്പിട്ടത്. ആ നിവേദനം വാങ്ങി അന്നത്തെ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പട്ടം താണുള്ള ചെയ്തത് 2 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, ഇനി കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പൊതു സർവീസ് സംഘടനയും രൂപീകരിക്കാൻ പാടില്ല എന്നൊരു ഉത്തരവിറക്കി. 2, ഈ ഉത്തരവിൽ ഒപ്പിട്ട 7 പേര്, അതിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ 7 പേരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ദേവികുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവികുളം താലൂക്ക് ഓഫീസ് കോംപ്ലക്സിൽ ഏരിയ പ്രസിഡന്റ് VS അരുൺ പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS ജാഫർ ഖാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം MB ബിജു, ഏരിയ സെക്രട്ടറി YN രതീഷ് എന്നിവർ പ്രസംഗിച്ചു. കുമളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളി പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ ഏരിയ പ്രസിഡന്റ് വിപിൻ ബാബു പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PM റഫീഖ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം S മഹേഷ്, ഏരിയ സെക്രട്ടറി O ദലീത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രവാചക സന്ദേശങ്ങൾ മാതൃകയാക്കാൻ വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് സിഗാവ് തങ്ങൾ. SKSSF ഇടുക്കി ജില്ലാ കമ്മിറ്റി തൊടുപുഴയിൽ സംഘടിപ്പിച്ച മത്ഹൂറുസൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധക സംഘം ചെയർമാൻ അൻസാർ ഏഴല്ലൂർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KE മുഹമ്മദ് മുസ്ലിയാർ ഉൾപ്പെടെ നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. നബിദിനാഘോഷം പ്രവാചക സ്നേഹത്തിലൂടെ വിജയവഴിയിലേക്ക് നയിക്കുമെന്ന് പാണക്കാട് സയ്യിദ് മൂയൻ അലി ശിഹാബ് തങ്ങൾ. സംഘർഷഭരിതമായ ലോകത്ത് ശാന്തിയും സമാധാനവും പുലരാനും ആത്മവിശുദ്ധി കൈവരിച്ച് ജീവിത വിജയം കൈവരിക്കുവാനും പ്രവാചക ദർശനങ്ങളിലൂടെ സാധിക്കും. പ്രവാചക സന്ദേശങ്ങൾ മാതൃകയാക്കാൻ വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്നും SKSSF ഇടുക്കി ജില്ലാ കമ്മിറ്റി തൊടുപുഴയിൽ സംഘടിപ്പിച്ച മദ്ഹുറസൂൽ കോൺഫറൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിനിടെ അദ്ദേഹം പറഞ്ഞു. ഈ മാസം നമുക്ക് പ്രാധാന്യമാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വാർഷികമായ നമ്മുടെ സദാർത്ഥ വാർഷികം നടത്തുന്ന പോലെ മജലിസിലൂടെ വാർഷികം നടത്തുന്ന പോലെ 12 വരുമ്പോൾ നമ്മൾ പ്രത്യേകം സുബൈന് മുമ്പ് നമ്മൾ പള്ളിയിൽ ഒരുമിച്ച് കൂടി മൗലിക നടത്തി അവിടെ നിന്ന് പിരിഞ്ഞ് ഭക്ഷണം കൊടുത്ത് പിന്നെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ നടത്തി റാലിയൊക്കെ നടത്തി കുട്ടികളൊക്കെ നമ്മൾ ആ രീതിയിലേക്ക് കൊണ്ടുവന്നു. അവർക്കൊക്കെ അവരുടെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ തലമുറകളായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ വർക്കത്തും അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിൽ സംശയമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്
ഇങ്ങനെയുള്ള സദസ്സുകൾ, മൗലിക സദസ്സുകളൊക്കെ അനേകം ആളുകളും അതുപോലെ തന്നെ ജില്ലകളും ഇങ്ങനെയുള്ള പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവരുടെ ഈ ഒരു മജിസ്ട്രേറ്റ് അവരൊക്കെ ആകുവാൻ അവരൊക്കെ ഉണ്ടാവും. സ്വാഗത സംഘം ചെയർമാൻ അൻസാർ ഏഴല്ലൂർ അധ്യക്ഷത വഹിച്ചു. പ്രവാചകൻ പ്രകൃതവും പ്രഭാവവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KE മുഹമ്മദ് മുസ്ലിയാർ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. സമസ്ത നേതാക്കളായ അബ്ദുൽ കബീർ റഷാദി, മുഹമ്മദ് ഹനീഫ് കാശിഫി, അബ്ദുൽ ജലീൽ ഫൈസി, AH ഷാജഹാൻ മൗലവി, ഫൈസൽ എൽപ്പറമ്പിൽ, PE മുഹമ്മദ് ഫൈസി, ബഷീർ ബാഖവി, റഫീഖ് ബാഖവി, ഷമീർ ഹുദവി, നൌഫൽ ഹുദവി, അബ്ദുള്ള ഹുദവി, ഹിലാൽ ഹൈദമി, അബ്ദുൽ കരീം മൗലവി ആർപ്പമറ്റം, കരീം മൗലവി വണ്ണപ്പുറം, അഷ്റഫ് മന്നാനി, അബ്ദുറഹ്മാൻ സാദി, സെയ്ദ് മുഹമ്മദ് സാദി, നിയാസ് കാസിമി, അബ്ദുൽ കബീർ മൗലവി, ഹാഷിം ബാഖവി, ഹബീബുള്ള മൗലവി, മജീദ് റബാനി, ഫർഹാൻ അടിമാലി, പരീദ് ഹാജി കക്കാട്ട്, PS സുബൈർ, PE ഹുസൈൻ, അബ്ദുറഹ്മാൻ പുഴക്കര തുടങ്ങിയവർ സംബന്ധിച്ചു. പരിപാടിയിൽ ജനറൽ കൺവീനർ നിഷാദ് അടിമാലി സ്വാഗതവും SKSSF ജില്ലാ വർക്കിംഗ് സെക്രട്ടറി അൻഫാൽ വാഫി കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഡയലോഗ് സെന്റർ കേരളയുടെ നേതൃത്വത്തിൽ മതസൗഹാർദ്ദത്തിന് ഉദാഹരണമായി നിലകൊള്ളുന്ന പ്രദേശമായ മ്ലാമലയിൽ വെളിച്ചമാണ് തിരുദൂതർ എന്ന പേരിൽ മതസൗഹാർദ്ദ ചർച്ചാ സദസ്സ് സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാർ മാമല നാലുകണ്ടം SNDP ഹാളിൽ നടന്ന മതസൗഹാർദ്ദ ചർച്ചാ സംഗമത്തിൽ മ്ലാമലയിലെയും പരിസര പ്രദേശങ്ങളെ ആളുകൾ പങ്കെടുത്തു. ഡയലോഗ് സെന്റർ, SNDP, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി, കേരള വിശ്വകർമ്മ മ്ലാമല യൂണിറ്റ് തുടങ്ങിയ സംഘടനകളുടെ ഭാരവാഹികളും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. ചടങ്ങിൽ നിരവധി പേരെ ആദരിച്ചു. ഒരു നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും സാമുദായിക വിഷയങ്ങളിലും മതനിരപേക്ഷത നിലനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് മാതൃകയാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മ്ലാമല പ്രദേശം. പ്രാദേശിക വികസനത്തിനുതകുന്ന പ്രദേശത്തേക്കുള്ള റോഡിന്റെ വർഷങ്ങളായുള്ള തകർച്ചയിൽ രാഷ്ട്രീയ മതപക്ഷപാതങ്ങൾക്കുപരിയായി സമരരംഗത്തിറങ്ങിയ പാരമ്പര്യവും മ്ലാമല നിവാസികൾക്കുണ്ട് എന്നതിന് കേരളം സാക്ഷ്യം വഹിച്ചതുമാണ്. എന്നാൽ പ്രദേശവാസികളുടെ ഈ സമയോചിത പ്രതിഷേധങ്ങൾക്ക് അധികൃതർ ഇന്നും പൂർണ്ണമായും പരിഹാരം നൽകിയിട്ടില്ല. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെ പ്രദേശത്തിന്റെ മതനിരപേക്ഷത ഊട്ടിയുറപ്പിക്കുന്നതിനും ഒത്തൊരുമിച്ചുള്ള മതസൗഹാർദ്ദ പ്രവർത്തനങ്ങൾ ഒരിക്കൽ കൂടി ശക്തി പ്രാപിപ്പിക്കുന്നതിനുമാണ് പ്രദേശവാസികളെയും മറ്റ് സമീപവാസികളെയും ഉൾപ്പെടുത്തി ഡയലോഗ് സെന്റർ കേരളയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ മ്ലാമല നാലുകണ്ടത്ത് വെളിച്ചമാണ് തിരുദൂതർ എന്ന പേരിൽ മതസൗഹാർദ്ദ ചർച്ചാ സംഗമം സംഘടിപ്പിച്ചത്. നാലുകണ്ടം SNDP ഹാളിൽ നടന്ന മതസൗഹാർദ്ദ ചർച്ചാ സംഗമത്തിൽ ഡയലോഗ് സെന്റർ കേരള മേഖലാ പ്രസിഡന്റ് അബൂബക്കർ ഫാറൂഖി അധ്യക്ഷത വഹിച്ചു. മ്ലാമലയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി പേർ മതസൗഹാർദ്ദ ചർച്ചയിലും തുടർന്നു നടന്ന സ്നേഹവിരുന്നിലും പങ്കാളികളായി. ഗവേഷകനും ഗ്രന്ഥകർത്താവും വാഗ്മിയുമായ ഡോക്ടർ സക്കീർ ഹുസൈൻ മതസൗഹാർദ്ദ ചർച്ചയിൽ വിഷയാവതരണം നടത്തി. പെൺകുഞ്ഞിന്റെ അവകാശത്തിന് വേണ്ടിയിട്ട് പ്രവാചകൻ സംസാരിച്ചു. ദരിദ്രന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ സംസാരിച്ചു. ഇന്ന് ഈ പറയുന്ന ദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ പേർ പലിശയുടെ കടക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പ്രവാചകൻ കൊണ്ടുവന്ന വേദഗ്രന്ഥം നമ്മളോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് കച്ചവടം അനുവദനീയമാക്കുകയും പലിശയെ നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. നോക്കൂ, പലിശ കൊണ്ട് നശിച്ചു പോയ എത്രയോ കുടുംബങ്ങളാണുള്ളത്. പലിശ കൊണ്ട് ആത്മഹത്യ ചെയ്ത എത്രയോ ഗൃഹനാഥന്മാരാണുള്ളത്. പലിശ കൊണ്ട് മുടിഞ്ഞു പോയ എത്രയോ യുവത്വങ്ങളാണുള്ളത്. എത്രയോ ആളുകൾ പലിശയുടെ ഈ കടക്കടിയിൽ അകപ്പെട്ടുകൊണ്ട് കരകയറുവാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിച്ച എത്രയോ പേരുണ്ട്. അവിടെ പലിശ നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മനുഷ്യന് ആവശ്യം വരുമ്പോൾ അവനെ സഹായിക്കുക. അതിന് പലിശ ഈടാക്കുകയല്ല വേണ്ടത്. അവന് പിന്നെ പലിശയില്ലാതെ കടം കൊടുക്കുക. അവന് കടം കൊടുക്കുക. ആ കടം കൊടുക്കുന്നതിൽ നിന്ന് നിനക്കൊരു പുണ്യം പ്രതീക്ഷിക്കാം. ആ പുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കടം വിശാലമാക്കി നൽകുകയും അവരെ അവതരിക്ക് നൽകുകയും അങ്ങനെ കാരുണ്യത്തോടുകൂടെ ഈ സഹോദരങ്ങളുമായിട്ട് ഇടപഴകുകയാണ് എങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് ദൈവത്തിന്റെ നോട്ടം ലഭിക്കുന്നത്. തുടർന്ന് വണ്ടിപ്പെരിയാർ മ്ലാമല പ്രദേശത്തേക്കുള്ള ശാന്തിപാലം, നൂറടിപ്പാലം പാലങ്ങളുടെ പുനർനിർമ്മാണത്തിന് ഹൈക്കോടതി ജഡ്ജിമാർക്ക് കത്തയച്ച് സർക്കാരിന്റെ കണ്ണു തുറപ്പിച്ച വിദ്യാർത്ഥികളായ അനുമോൾ PA, ജോമിയോ തോമസ്, ഡിയോൺ തോമസ്, അഹ്സന മെഹറിൻ,
PA വാണിദാസ്, ഇത്തവണത്തെ +2 പരീക്ഷയിൽ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ അനുലക്ഷ്മി പ്രസന്നൻ എന്നിവരെ മുതിർന്ന പൗരന്മാരായ സുകുമാരൻ, മൂസ മേക്കൽ, ശബരിമല തുടങ്ങിയവർ ചേർന്ന് ആദരിച്ചു. SNDP തേങ്ങാക്കൽ ശാഖാ പ്രസിഡന്റ് KK ചന്ദ്രൻകുട്ടി, മ്ലാമല ജമാഅത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമീർ, SNDP പീരുമേട് താലൂക്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ സലികുമാർ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ജസ്റ്റിൻ ചവറപ്പുഴ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മ്ലാമല യൂണിറ്റ് പ്രസിഡന്റ് ബെന്നി വൈക്കത്ത്, കേരള വിശ്വകർമ്മ മ്ലാമല യൂണിറ്റ് സെക്രട്ടറി A രാജു, അംഗൻവാടി അധ്യാപിക രേഖ രാജു, പീരുമേട് MLAയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഗണേശൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഡയലോഗ് സെന്റർ കേരള ഹൈറേഞ്ച് ഇൻചാർജ് നവാസ് അസ്ഹരി സമാപന പ്രഭാഷണം നടത്തി. മ്ലാമല മുഹിയുദ്ദീൻ ജമാഅത്ത് പ്രസിഡന്റ് കബീർ താന്നിമൂട്ടിൽ സ്വാഗതവും H അബ്ദുൾ റഹീം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ്ബ് ഓണം സെലിബ്രേഷനും ഫസ്റ്റ് VDJ വിസിറ്റും വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. പ്രശസ്ത സിനിമാ താരം ബൈജു ഏഴുമുന്ന വിശിഷ്ട അതിഥിയായിരുന്നു. ലയൺസ് ക്ലബ്ബ് ഓഫ് ഇന്റർനാഷണൽ 38C ഫസ്റ്റ് VDJ KB ഷൈൻകുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ്ബ് ഓണം സെലിബ്രേഷനും ഫസ്റ്റ് VDG വിസിറ്റും വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് ഇന്റർനാഷണൽ 38C ഫസ്റ്റ് VDG KB ഷൈൻകുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്കാരത്തിൻ്റെയും സമ്പന്നമായ ഒരു ഒരു പുരാതന അവസ്ഥയുടെയൊക്കെ ഒരു വലിയ ഒരു ഉത്സവമാണ് ഓണം. ഈ ഓണം നമ്മെ സൂചിപ്പിക്കുന്നത് എപ്പോഴും വ്യത്യസ്തമായ രീതിയിലുള്ള ആളുകളുടെ വലിയ സംഘടിതമായ ഒരു ശക്തി. അതുതന്നെയാണ് ലയൺസ് ക്ലബിൻ്റെ ഉദ്ദേശ ലക്ഷ്യവും. നമ്മളെപ്പോഴും ലയൺസ് ക്ലബിനെ എടുക്കുമ്പോൾ ആ ലയൺസ് ക്ലബിൽ എപ്പോഴും അതിൻ്റെ അന്തസ്സത്ത സൗഹൃദങ്ങളും ബന്ധങ്ങളുമാണ്. ഇന്നത്തെ സൗഹൃദങ്ങളും ബന്ധങ്ങളിലും ഏറ്റവും വളരെ വിശിഷ്ടമായ ഒന്നാണ് വളരെ വൈകിയ ഈ ഒരു സമയത്ത് പോലും വളരെ ഭംഗിയായി കുടുംബനാഥനായ ബെന്നിയും കുടുംബാംഗങ്ങളും നമ്മളോടൊപ്പമല്ല. ലയൺസ് ക്ലബ്ബ് ഓഫ് ഡിസ്ട്രിക്ട് 318സിയുടെ ഭാഗവും അതുപോലെ ലയൺസ് ക്ലബ്ബ് ഓഫ് വണ്ണപ്പുറത്തിനു വേണ്ടി ഇത്തരം സഹകരിക്കുന്നവർക്ക് ഒരു നിറഞ്ഞ കൈയടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രശസ്ത സിനിമാ താരം ബൈജു എഴുപുന്ന ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. എനിക്ക് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ഇതായിട്ട് പറയാനല്ല കേട്ടോ, പക്ഷെ നിങ്ങൾ തന്ന സ്നേഹവും വാത്സല്യവും ഇഷ്ടവും കൊണ്ട് മാത്രമാണ് ഈ ഓണം എൻ്റെ ഏറ്റവും വലിയ ഒരു മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കും. 100%. ഒരു വണ്ണപ്പുറം എന്ന് പറയുന്ന ആൾക്കാരെ എനിക്ക് ഹണി സാറ് പരിചയപ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഡൗൺ ടു എർത്ത് ആൾക്കാരാണ് ഞങ്ങൾ. നമ്മുടെ പ്രസിഡൻറ്റോ സ്വാഗത പ്രസംഗം പറഞ്ഞ നോട്ട് പ്രസിഡൻ്റ് അല്ല, പറഞ്ഞ പോലെ ഞാനും ഒരുപാട് ചാരിറ്റി കാര്യങ്ങളൊക്കെ അറിയാതെ ഇങ്ങനെ ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിനെ ഏറ്റവും ഐ ലവ് യു ജീസസ്, ഞാൻ ഇത് പറയുന്നതല്ല കേട്ടോ, നമ്മൾ ദൈവത്തിനെ മുൻനിർത്തി നമ്മൾ ദൈവത്തിന് കാണിച്ചു തരുന്ന ആൾക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ അതിൻ്റെ ഔട്ട് ആൻഡ് ഔട്ട് ഇത് നമുക്ക് ദൈവം തരും. അതെൻ്റെ മോളുടെ കല്യാണം പോലും അങ്ങനെ തന്നെയായിരുന്നു. 5 ദിവസം പെരും മഴയത്ത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ദൈവം 2 ദിവസം മഴ മാറ്റി തന്നു, എല്ലാവരും വന്നു. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച് പറയുന്ന കാര്യങ്ങൾ അത് സിൻസിയറാണെങ്കിൽ ദൈവം നമ്മളോടൊപ്പം നിൽക്കും. ഇവിടെയുള്ള എല്ലാവരും അതുപോലത്തെ ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗംഭീരമാവട്ടെ. ഒരുപാട് ചാരിറ്റികൾ അറിയാതെ ചെയ്യണം, നിങ്ങൾ അറിയാതെ ചെയ്യണം. നമ്മുടെ മുമ്പിൽ ഒരുപാട് പേര് വന്ന് പെടും, അറിയാതെ ചെയ്യണം. ലയൺസിന് അങ്ങനെ പറ്റും. ഇപ്പം ഞാൻ ഷൈനയ്ക്ക് ഇന്ന് എൻ്റെ അളിയൻ്റെ അതായത് ബെർണാഡിൻ്റെ ഏറ്റവും ഒരു വർഷങ്ങളായിട്ടുള്ള ചൈൽഡ്ഹുഡ് ഫ്രണ്ട് പോലത്തെ ഒരാളാണ്. പുള്ളി പറഞ്ഞ കുറേ കാര്യങ്ങൾ. ക്ലബ് പ്രസിഡന്റ് അബു അബ്രാഹം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാളിയാർ SHO ഹണി HL, ട്രഷറർ അരുൺ K ബിജു, രക്ഷാധികാരി ജിമ്മി നമ്പ്യാപറമ്പിൽ, ജെയ്സൺ കുര്യൻ, സണ്ണിച്ചൻ M സെബാസ്റ്റ്യൻ എന്നിവർ ആശംസ അറിയിച്ചു. ഡിസ്ട്രിക്ട് പ്രോജക്ട് സെക്രട്ടറി ഷിൻസ് സെബാസ്റ്റ്യൻ സ്വാഗതവും സെക്രട്ടറി ടോജോ തോപ്പിൽ കൃതജ്ഞതയും അറിയിച്ചു. അധ്യക്ഷ പദം അലങ്കരിക്കുന്ന നമുക്കേവർക്കും പ്രിയപ്പെട്ട ലയൺ അബു അബ്രാഹം തൻ്റെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നേറെ ത്യാഗങ്ങൾ സഹിച്ച് സമയം ചെലവഴിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ രോമാഞ്ചമായ ലയൺ KB ഷൈൻകുമാർ P. ചടങ്ങിൽ വിശിഷ്ട അതിഥികൾ, ക്ലബ് ഒഫീഷ്യൽസ് എന്നിവർക്ക് ആദരവ്. അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്ത് നമുക്ക് ഒരു വലിയ മാതൃകയായ വെളിച്ചേൻ്റെ അമ്മച്ചി
ഇന്ന് ഈ പ്രോഗ്രാമിന് ഇവിടെ ഏറ്റവും ആദ്യം എത്തിച്ചേർന്ന ഫാമിലി ലയൺ ബിനീഷ് പി കുമാറും ശ്രീ വൈസാറിന്. തുടർന്ന് ക്ലബ് അംഗങ്ങളുടെ കസേരകളി, സുന്ദരിക്ക് പൊട്ടുകുത്തൽ, വടംവലി തുടങ്ങിയ ആവേശകരമായ മത്സരങ്ങളും കലാപരിപാടികളും നടന്നു. സ്വാന്തനം ചാരിറ്റബിൾ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ അൽ അസർ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് കഞ്ഞിക്കുഴിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്വാന്തനം ഗവേണിംഗ് ബോഡി ചെയർമാൻ റോമിയോ സെബാസ്റ്റ്യൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്വാന്തനം ഇടുക്കി ഏരിയ ചെയർമാൻ KG സത്യൻ അധ്യക്ഷത വഹിച്ചു. കഞ്ഞിക്കുഴി SN ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്ത് പരിശോധന നടത്തി. സാന്ത്വനം ചാരിറ്റബിൾ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും തൊടുപുഴ അൽ അസർ മെഡിക്കൽ കോളേജും ചേർന്ന് നടത്തിയ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സാന്ത്വനം ഗവേണിംഗ് ബോഡി ചെയർമാൻ റോമിയോ സെബാസ്റ്റ്യൻ നിർവഹിച്ചു. ഇതിനാവശ്യമായിട്ടുള്ള പ്രചരണ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നതൊക്കെ ഈ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരോടും പാലിയേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഒരുപാട് സമയം എടുക്കുന്നില്ല. നമ്മുടെ ഈ ക്യാമ്പ് ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സാന്ത്വനം ഇടുക്കി ഏരിയ ചെയർമാൻ KG സത്യൻ അധ്യക്ഷത വഹിച്ചു. കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലിസി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ജോഷി മാത്യു, എബിൻ ജോസഫ്, ഡിറ്റ ജോസഫ് എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പിന് കട്ടപ്പന ഗവൺമെന്റ് ITI ക്യാമ്പസിൽ തുടക്കമായി. ഇതിന്റെ ഭാഗമായി ക്യാമ്പസിലും പരിസരങ്ങളിലുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുകയും ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു. ശുചീകരണ ദിനാചരണ പരിപാടി വൈസ് പ്രിൻസിപ്പൽ പീറ്റർ സ്റ്റാലിൻ WA ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ സുജിത് MS അധ്യക്ഷത വഹിച്ചു. നാഷണൽ സർവീസ് സ്കീം 110ന്റെ ആഭിമുഖ്യത്തിലാണ് കട്ടപ്പന ITI ക്യാമ്പസിൽ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ആരംഭിച്ചത്. ഒക്ടോബർ 2 വരെയാണ് ക്യാമ്പയിൻ. ഇതിന്റെ ഭാഗമായി ഗ്രീൻ ക്യാമ്പസ്, ക്ലീൻ ക്യാമ്പസ്, ലോഗോ പ്രകാശനം, ഗാന്ധി ജീവചരിത്ര ചിത്ര പ്രദർശനം, സ്വച്ഛതാ റാലി, പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസ്, ബോധവൽക്കരണ ക്ലാസ്, വൃക്ഷത്തൈ നടീൽ, ഡോർ ടു ഡോർ അവയർനെസ് ക്യാമ്പയിൻ, സ്വച്ഛതാ പ്രതിജ്ഞ തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. വൈസ് പ്രിൻസിപ്പൽ പീറ്റർ സ്റ്റാലിൻ WA ശുചീകരണ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുജറാത്തിൽ ജനിച്ച ഒരു ഗാന്ധിജി ഇന്ത്യ മൊത്തം നടന്നിട്ട് ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവായിട്ട് മാറിയ ആളാണ് ഗാന്ധിജി. ഒരാളെ കൊണ്ട് പറ്റി ഗാന്ധിജി തന്നെ നടത്തിയത്. ഗാന്ധിജി മൊത്തം പോയി എല്ലാവരും. അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ സുജിത് MS അധ്യക്ഷനായിരുന്നു. ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ വിനു PI മുഖ്യപ്രഭാഷണം നടത്തി. ഇൻസ്ട്രക്ടർ നിഷാദ് ഹമീദ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ ചന്ദ്രൻ PC, അനീഷ് മോൻ, വോളണ്ടിയർ സെക്രട്ടറി റോബിൻ ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. വനിതാ ശാക്തീകരണത്തിന് NCC പ്രതിജ്ഞാബദ്ധമെന്ന് ബ്രിഗേഡിയർ NCC കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ A രാജേഷ് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ഓൾ ഇന്ത്യ ട്രക്കിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 13 വർഷങ്ങളായി ക്യാമ്പ് സംഘടിപ്പിക്കപ്പെടുന്ന കുളമാവിൽ ആദ്യമായാണ് വനിതകൾക്കായി ഒരു ട്രക്കിംഗ് ക്യാമ്പ് സജ്ജീകരിക്കുന്നത്.
വനിതകളുടെ ശാക്തീകരണത്തിന് ഉതകുന്ന പരിശീലനം നൽകുന്നതിൽ ഏറ്റവും മികച്ച അവസരമാണ് NCC എന്നും പെൺകുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനായി വിവിധ കർമ്മ പരിപാടികൾ ഒരുക്കുന്നതിന് സംഘടന പ്രതിജ്ഞാബദ്ധമാണെന്നും NCC കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ A. രാകേഷ് അഭിപ്രായപ്പെട്ടു. കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ഓൾ ഇന്ത്യ ട്രെക്കിംഗ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുളമാവിൽ കഴിഞ്ഞ 13 വർഷങ്ങളായി ക്യാമ്പ് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് ഇവിടെ വനിതകൾക്കായി ഒരു ട്രെക്കിംഗ് ക്യാമ്പ് സജ്ജീകരിക്കുന്നത്. 8 ദിവസം നീണ്ട സാഹസിക പരിശീലന ക്യാമ്പിന് നേതൃത്വം നൽകിയത് കോട്ടയം NCC ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ GVS റെഡ്ഡിയാണ്. കുളമാവിനും പരിസര പ്രദേശങ്ങളിലുമുള്ള 4 റൂട്ടുകളാണ് ട്രെക്കിംഗ് പരിശീലനത്തിനായി തിരഞ്ഞെടുത്തത്. ക്യാമ്പിൽ കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, കർണാടക, ഗോവ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള 504 വനിതാ കേഡറ്റുകളും വിവിധ ഡയറക്ടറേറ്റിൽ നിന്നുള്ള സൈനിക ഉദ്യോഗസ്ഥരും അസോസിയേറ്റ് NCC ഓഫീസേഴ്സും പങ്കെടുത്തു. ഇടുക്കി ജില്ലയിലെ മലനിരകളും വനപ്രദേശങ്ങളും പ്രകൃതി വൈജാത്യങ്ങളും അനന്യമാണെന്നും NCC ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന പർവ്വതാരോഹണ ക്യാമ്പുകൾ, ട്രെക്കിംഗ് ക്യാമ്പുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സാഹസിക പരിശീലന സംരംഭങ്ങൾക്ക് അനന്ത സാധ്യതയാണ് ഇവിടെയുള്ളതെന്നും ഭാവിയിൽ ഇത്തരം സാഹചര്യങ്ങൾ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും ക്യാമ്പ് കമാൻഡന്റും 18 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസറുമായ കേണൽ പ്രശാന്ത് നായർ അറിയിച്ചു. ട്രെക്കിങ്ങിനൊപ്പം ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പഠനയാത്ര കേഡറ്റുകൾക്ക് വേറിട്ട അനുഭവമായി. ജൈവ വൈവിധ്യത്തെക്കുറിച്ചും ഇടുക്കി ജില്ലയുടെ സാംസ്കാരിക വിദ്യാഭ്യാസ സവിശേഷതകളെക്കുറിച്ചും അവർ പഠിച്ച് വിലയിരുത്തി. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കേഡറ്റുകൾ ദേശീയോദ്ഗ്രഥനം ആസ്പദമാക്കി അവരവരുടെ പ്രദേശങ്ങളുടെ തനത് കലാരൂപങ്ങളെ അവതരിപ്പിച്ചു. മികച്ച പ്രകടനം നടത്തിയ ഡയറക്ടറേറ്റുകൾക്ക് മെഡലുകൾ വിതരണം ചെയ്തു. ക്യാമ്പിലെ വിവിധ കർമ്മ പരിപാടികൾക്ക് കേണൽ രോഹിതാഷ് ശർമ്മ, 18 കേരള ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അനിരുദ്ധ് സിംഗ്, ലഫ്റ്റനന്റ് കേണൽ സുനിൽ പിള്ളൈ, NCC ഓഫീസർമാരായ ഡോക്ടർ രാജീവ് K. വാവച്ചൻ, ലഫ്റ്റനന്റ് അനു ജോസ്, ഹസീന MK, മായ ഷിബു, സുബൈദാർ മേജർ സുഖ്ജിത്ത് സിംഗ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുളമാവ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂർത്ത് മർദ്ദനമേറ്റ ഫോട്ടോഗ്രാഫർമാർക്ക് പിന്തുണയുമായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ രംഗത്ത്. കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ കുട്ടമ്പുഴ കല്ലേലിമേട് പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പാലത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. വണ്ടിപ്പെരിയാർ 61-ാം മൈലിലെ കൃഷിയിടങ്ങളിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ 61-ാം മൈലിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ നൽകുന്ന സഹായ ഫണ്ട് തട്ടിപ്പ് നടത്തുന്ന ഭരണകൂട ക്രൂരത ചെയ്യുന്നവർക്ക് മരണവീട്ടിൽ കയറുന്ന കള്ളന്റെ അതേ മനോഭാവമാണെന്ന് DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ. കോതമംഗലം ആഗോള സർവ്വമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ചരിത്ര പ്രസിദ്ധമായ കന്നി 20 പെരുന്നാൾ 25 മുതൽ ഒക്ടോബർ 4 വരെ 10 ദിവസങ്ങളായി ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.